യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് കാണിക്കുകയും ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ താൻ ഗർഭിണിയല്ല എന്നറിയുകയും ചെയ്ത ഒരു പെൺകുട്ടിയുടെ സങ്കടം ഈ അടുത്ത് ഫോൺ കോളിലൂടെ കേൾക്കുകയുണ്ടായി. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആകുകയും യഥാർത്ഥത്തിൽ ഗർഭിണി അല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. 1. കോർപ്പസ് ലൂട്ടിയം സിസ്റ്റുകൾ പോലുള്ള അണ്ടാശയത്തിൽ കാണുന്ന ചില സിസ്റ്റുകൾക്ക് HCG ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. 2. കോറിയോ കാർസിനോമ അല്ലെങ്കിൽ ജെം സെൽ ട്യൂമറുകൾ. ഇത്തരത്തിലുള്ള ക്യാൻസറുകളിൽ ബ്ലഡിൽ HCG കാണാറുണ്ട്. ഇതും ഒരു ഫാൾസ് റിസൾട്ട് നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. 3. റീനൽ ഫെയിലിയർ. വൃക്കയുടെ തകരാറ് മൂലവും ബ്ലഡിൽ HCGയുടെ അളവ് കാണാറുണ്ട്. 4. PCOS പോലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉള്ള അസുഖങ്ങളിലൊക്കെ ചില ആളുകളിൽ HCGയുടെ അളവ് കൂടുതലായി കാണുകയും അത് ബ്ലഡിലോ യൂറിനിലോ ഒക്കെ ഉണ്ടാവുകയും നമ്മൾ ഇത്തരത്തിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫലം കാണിക്കുകയും ചെയ്യാറുണ്ട്. 6. വന്ധ്യതയുടെ റീസൺ കൊണ്ട് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ കാരണം നമ്മുടെ യൂറിനിൽ HCGയുടെ അളവ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുകയും നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുകയും ചെയ്യാറുണ്ട്. അവസാനത്തേത്, അടുത്തിടെ ഗർഭിണിയായ അല്ലെങ്കിൽ ഒരു അബോർഷനൊക്കെ കഴിഞ്ഞ സ്ത്രീകളിൽ ബ്ലഡിൽ നിന്ന് പൂർണ്ണമായിട്ടും HCGയുടെ അളവ് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കാറുണ്ട്. അതുകൊണ്ട് സംശയാസ്പദമായ രീതിയിലുള്ള പോസിറ്റീവ് റിസൾട്ടുകൾ വരുന്ന സമയത്ത് അത് എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശ്രമിക്കുക.